വിവാഹം കഴിഞ്ഞാ ചിലപ്പോ കുട്ടികളെയും ജീവിത പങ്കാളിയെയായിരിക്കും ശത്രുക്കൾ ആക്രമിക്കുന്നത്. പക്ഷേ നല്ല ബന്ധമെന്ന നിന്റെ അച്ഛനമ്മയും കൈ കൊടുക്കില്ലേ? അവര് കൈ കൊടുത്താലും വിവാഹം കഴിക്കേണ്ട ഞാനല്ലേ. എനിക്ക് 100% ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധം ഞാൻ തെരഞ്ഞെടുക്കില്ല. വിവാഹം കഴിക്കുന്ന ആളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടേ ഞാൻ അയാളുടെ മുന്നിൽ താലി കെട്ടാനായിട്ട് ഇരുന്നു കൊടുക്കത്തുള്ളൂ. അപ്പോ അടുത്തറിയാവുന്ന ആളാണെങ്കിൽ ഓക്കെയാണ് അല്ലേ? ഇപ്പൊ ഒന്നിനും ഓക്കെ അല്ല നവീനേട്ടാ. വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. അല്ല, അവിടുത്തെ കാര്യം എന്തായി? അവിടെ തകൃതിയായിട്ട് കല്യാണാലോചന നടക്കല്ലേ? അന്തുവിന്റെ അതേ നിലപാട് തന്നെ എനിക്ക്. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കിട്ടാതെ ഞാൻ വിവാഹത്തെ പറ്റി ചിന്തിക്കുകയില്ല. അങ്ങനെ ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ ആ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞൂടെ? അവിടെയും അമ്മ തടസ്സം പറഞ്ഞ് നിൽക്കുക. എന്നെ പോലെ തന്റെ ഉള്ള പെൺകുട്ടിയാണെങ്കിലേ പരമാവധി അമ്മയെ കൺവിൻസ് ചെയ്തിട്ട് കല്യാണത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ല, നീ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു ചെന്ന അവിടെയുള്ള അമ്മായിയമ്മയായിട്ട് നീ പോരടിക്കും? ഒരിക്കലും ഇല്ല. അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ അമ്മയ്ക്ക് ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കൂ. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷെ അത് എന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്ത് ചെയ്യാന്? നവീനേട്ടന്റെ മുത്തശ്ശൻ ആദ്യം കൺവിൻസ് ചെയ്യിക്ക്. അത് കഴിഞ്ഞ പിന്നെ എല്ലാം എളുപ്പമാവും. കൂടാതെ നവീനേട്ടന്റെ അമ്മയെ ഉപദേശിക്കാനേ അനിയുടെ മുത്തശ്ശനൊക്കെ ഉണ്ടല്ലോ. അവരുടെ കേസ് ജയിച്ചതുണ്ടേ നവീനേട്ടന് വേണ്ടി അവർക്ക് എന്തും ചെയ്യും. ആ കുടുംബത്തിലുള്ള ഒരുത്തനെ ഈ ജോലി ഏൽപ്പിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. എന്തായാലും ഇവൾക്ക് എന്നോട് അകൽച്ചയൊന്നുമില്ല. അത് തന്നെ വലിയ കാര്യം. എന്തായിരിക്കും അവർ സംസാരിച്ചത്? ഇന്നത്തോടെ എന്റെ കള്ളക്കളി പൊളിഞ്ഞു കാണൂ. നവീൻ അവന്റെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാ സംഭവിക്കുക. ഒന്ന്, നവീൻ എന്നെ വിശ്വാസം ഇല്ലാതാവും. അതോടൊപ്പം ഇക്കാര്യം അറിഞ്ഞിട്ടും ഇത്ര നാളും പറയാതിരുന്ന കാരണം നന്ദു എന്നെ സംശയിക്കും. നന്ദുവിന്റെ വീട്ടുകാരും. ഇനിയിപ്പോ എന്തായാലും എനിക്ക് ഇവിടെ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോകണം, എന്നിട്ട് കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ ടെൻഷൻ കയറി എനിക്ക് എന്തെങ്കിലും രോഗം വരും. എത്ര നല്ല പയ്യനാ നവീൻ മോൻ. അവന് വേണ്ടിയിട്ട് കോടതിയിൽ സാക്ഷി പറയാൻ പോയതിന്റെ പേരിലാണല്ലോ മോളെ ആ ഗുണ്ടകൾ ആക്രമിച്ചത്. ആ ഒരു വിഷമം ഉള്ളിലുള്ളതുകൊണ്ടാ നവീൻ മോൻ ഇടയ്ക്കിടയ്ക്ക് വരികയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മൂർത്തി സാറിന്റെ കൂട്ട് നല്ലൊരു കുടുംബമാണ് അവരുടേത്. അതിന്റെ ഒരു കുടുംബ മഹിമ ആ പയ്യന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെയുണ്ട്. അനിയാണല്ലോ ഈ പയ്യൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? നയന മോള് പറഞ്ഞതാ നന്ദൂട്ടിനെ വന്ന് കാണേണ്ട കാര്യമില്ലെന്ന്. ഇനി എന്തിനാണോ എന്തോ ഇങ്ങോട്ട് കയറി വരുന്നത്? എന്താ മോനെ? അല്ല, നന്ദുവിന് അപകടം ഉണ്ടായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതിരുന്ന അത് ശരിയല്ലല്ലോ നിങ്ങളെ. അതിന് നന്ദൂട്ടിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് അനിയോട് നയന മോള് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. എങ്കിലും അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. വിഘ്നേഷും രാകേഷും ഇടയ്ക്ക് മുറയ്ക്കും അവളെ അവന് കാണുന്നുണ്ട്. നവീനും അങ്ങനെ തന്നെയാണല്ലോ. നവീൻ മോൻ ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടു. അവരിപ്പോ എത്രാമത്തെ തവണയാ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ പിന്നെ ഞാൻ മാത്രം വരാതിരുന്ന നന്ദുനത് വിഷമാവില്ലേ? നന്ദൂട്ടിന് അങ്ങനെ വിഷമമൊന്നുമില്ല. അതിന് അനി വന്നില്ലല്ലോ എന്ന് മോൾ ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല. അത് പിന്നെ അനി കാണാൻ വന്ന സ്ഥിതിക്ക് കണ്ടു സംസാരിച്ചിട്ട് പോയിക്കോ. ഞങ്ങൾ മോനെ തള്ളിക്കളയാന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ പറ്റി എല്ലാവർക്കും അറിയാം. ആ അടുപ്പം അപകടമാണെന്ന് അറിയാവുന്നത് കൊണ്ടാ നിങ്ങൾ തമ്മിൽ കാണരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ഒരാൾക്ക് അപകടം വരുമ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിലേ ചിന്തിച്ചേ പറ്റൂ അനി. ആ രീതിയിലാ മുൻപ് പല സംഭവങ്ങളും ഉണ്ടായത്. നന്ദൂട്ടിന് പേടിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അവളുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അനിയുമായിട്ട് അവൾക്ക് നല്ല അടുപ്പം ഉണ്ടായിപ്പോയി. ആ ബന്ധം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ബന്ധവുമാണ്. ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞത് അനിയോട്, 2 മക്കൾക്ക് പിന്നാലെ ഇനി ഒരാളെ കൂടി അങ്ങോട്ട് വിടാൻ താല്പര്യമില്ലെന്ന്. അത് ശരിയാവില്ല. ഇപ്പൊ തന്നെ നയനയും ആദർശം നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ അതിന് അപവാദം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിയുടെയും നവ്യയുടെയും ജീവിതം. സത്യം പറഞ്ഞ കയ്യാലിപ്പുറത്തെ തേങ്ങ പോലെയാണ് നവ്യയുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മോനറിയാലോ, അവിക്കൊപ്പം നവ്യ ജീവിക്കണമെന്ന് ഞങ്ങൾക്കിപ്പോ താല്പര്യമില്ല. പിന്നെ ഒരു കുഞ്ഞുണ്ടായത് പോലും അക്കാര്യത്തിൽ ഞങ്ങൾ കണക്കാക്കുന്നുമില്ല. പക്ഷേ അവരെ വേർപിരിക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോ ഇനി കൂടുതൽ ഞങ്ങളെ വിഷമിപ്പിക്കരുത്. എന്തായാലും അനി വന്നതല്ലേ, കേറി വാ. നന്ദൂട്ടാ, ആരാ വന്നെന്ന് നോക്ക്. വാ. എങ്ങനെയുണ്ടിപ്പോ? വലിയ കുഴപ്പമൊന്നുമില്ല. ദേ കണ്ടില്ലേ കാല്? ഇത്രയേ ഉള്ളൂ. അറിഞ്ഞപ്പോ എനിക്ക് വലിയ ഷോക്കായിരുന്നു. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാ. പക്ഷെ ഇപ്പൊ ഷോക്കൊന്നുമില്ല, കുറഞ്ഞിട്ടുണ്ട്. അല്ല അമ്മ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. മോനെ, ജ്യൂസ് വേണോ അതോ മോര് വേണോ? എന്തായാലും മതി. പിന്നെ മോനെ, മോൻ അറിഞ്ഞായിരുന്നോ ഇവിടെ ഇന്നലെ രാത്രിയിലെ ആരോ മതിൽ ചാടി വന്നായിരുന്നു. വീടിനകത്തൊക്കെ കയറിയായിരുന്നു. പിന്നെ തലനാരിഴയ്ക്കാ അവൻ രക്ഷപ്പെട്ടത്. അതേപ്പറ്റി നയനേട്ടത്തി പറഞ്ഞായിരുന്നു. അത് കള്ളനൊന്നും ആയിരിക്കില്ല ആന്റി. ഇവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ. അങ്ങനെയാ ഞങ്ങളും കരുതുന്നത്. എങ്കിലും ഞങ്ങൾക്ക് മറ്റു ചില സംശയങ്ങൾ ഇല്ലാതില്ല. അപ്പൊ മോനെ, ഞാനപ്പോ ജ്യൂസ് എടുത്തോണ്ട് വരാം. പറയല്ലേ, അമ്മ പുറത്ത് നിൽക്കാം. അല്ലടി, ഈ നവീൻ ഇങ്ങോട്ട് വന്നിട്ട് പോന്നാണ്ടായിരുന്നല്ലേ? എന്തിനാ വന്നേ? വെറുതെ വന്നതാ. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഇപ്പൊ നവീനേട്ടന്റെ വിളിയൊക്കെ കുറവാണ്. അതുകൊണ്ടായിരിക്കും വന്നത്. അല്ല, നിനക്ക് എത്ര നാള് ഇങ്ങനെ കിടക്കേണ്ടി വരും? ഒരു 2 ആഴ്ച മാക്സിമം. കാലനങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് വരും. നിന്നെ കാണാത്തോണ്ട് ആകെ ഒരു സുഖം തോന്നില്ല. അന്ന് വന്നപ്പോ കണ്ടായിരുന്നല്ലോ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്നെ സംശയമുണ്ടല്ലേ? പിന്നെ സംശയം കാണാതിരിക്കോ? ഇനിയിപ്പോ നമ്മൾ അതേപറ്റി സംസാരിച്ചിട്ട് നീയാണ് പ്രതി എന്ന് ക്ലിയർ ആക്കി കൊടുക്കണ്ട. അതിനുശേഷം അമ്മ ഇപ്പൊ എനിക്കൊപ്പം കിടക്കുന്നത്. എടി, നിന്നെ വണ്ടി ഇടിച്ചമാരെ ഞാനും വിഘ്നേഷും രാകേഷും കൂടെ തല്ലിയൊതുക്കിയ കാര്യം നിന്നോട് പറഞ്ഞായിരുന്നല്ലോ. ആമാരെ ഞങ്ങൾ പഞ്ഞിക്കിട്ടു. എന്നാലും എന്തൊക്കെയാണോ നീ ചെയ്യുന്നത്? പിന്നെ നിന്നെ ആരെങ്കിലും ഈ പരുവത്തിലാക്കിയ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അനി എന്താ ഇത്? ഇതിനാണോ നീ വരുന്നത്? ഇതിനും കൂടിയാ. മിക്കവാറും നീ എന്റെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടോണ്ടേ പോവും. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അമ്മയ്ക്ക് നിന്നോട് വലിയ റെസ്പെക്ട് ഒന്നുമില്ല. അവർക്കൊക്കെ നിന്നെ വലിയ ഇഷ്ടമാ. പക്ഷെ എന്നെ കാണാൻ വരുന്ന നിന്നോട് അവർക്ക് വലിയ മതിപ്പൊന്നുമില്ല. എത്ര മതിപ്പില്ലെങ്കിലും ശരി, എനിക്ക് വന്നേ പറ്റൂ. ദേ അമ്മ ഇപ്പൊ ജ്യൂസുമായിട്ട് വരും. അതും കുടിച്ചിട്ടേ വേഗം പോവാൻ നോക്ക്. എന്ത് ചെയ്യാനാ?
സ്നേഹിക്കുന്ന പെണ്ണിന്റെ അടുത്ത് ഒരു 10-15 മിനിറ്റ് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? ആ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ടേ ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അവന് തണുപ്പ് വലിയ ഇഷ്ടമേ. മോൻ കുടിക്കേ. ഇപ്പൊ ചേട്ടൻ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ആണല്ലോ അനിയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ജോലി തിരക്കൊക്കെ കാണുമല്ലോ അല്ലേ? അതിനിടയ്ക്ക് ഇങ്ങനെ വരാനുള്ള സമയമൊക്കെ കിട്ടുമോ? ഇന്ന് തിരക്ക് കുറവായിരുന്നു. അപ്പൊ പിന്നെ അരിമോനെ നന്ദൂട്ടിനെ കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ മോവാ, അവള് കുറച്ചു നേരം കിടക്കട്ടെ, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. നീ റെസ്റ്റ് എടുത്തോ. നീ രാവിലെ അടുക്കള കയറിയോ? ആദർശ് ജയിലിലായതുകൊണ്ട് ഏട്ടത്തിക്ക് വലിയ വിഷമമായിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ ഏട്ടത്തിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഫുഡ് ഉണ്ടാക്കാൻ. പക്ഷേ ഇനി അത് നീ തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. പിന്നെ അടുക്കള പണിയും ഈ വീട്ടിലെ സകല ജോലിയും നീ തന്നെ ചെയ്യണം. കാരണം ഇന്നൊരു പെൺകുട്ടി നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ വളർത്തിയ നിന്റെ മകൻ തന്നെയാ. അതുകൊണ്ട് അവനേക്കാളും ശിക്ഷ കിട്ടേണ്ടത് നിനക്ക് തന്നെയാ. അയ്യോ പറയേട്ടത്തി, നവ്യ എങ്ങാനും കേട്ടാ അറിയാലോ, എല്ലാം തകരും. എന്തോന്ന് തകരാനാ? അവൾ അറിഞ്ഞാൽ നിന്റെ മോനെ അങ്ങ് കൊല്ലുമായിരിക്കും. ചിലപ്പോ നിന്നെ കൊല്ലും. അത് കഴിഞ്ഞിട്ട് അവള് ജയിലിൽ പോകുമല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ ആരും ഒന്നും പറയാതിരിക്കുന്നത്. എന്ത് ചെയ്യാനാ ഏട്ടത്തി? ദുഷ്ടനായ ഒരുത്തനെയാണ് എനിക്ക് മോനായിട്ട് തന്നത്. ദുഷ്ടരായിട്ടല്ല, നമ്മുടെ മക്കള് ജനിക്കുന്നതും വളരുന്നതും ഒക്കെ അവരെ നമ്മളാ വളർത്തി ഇല്ലാതാക്കുന്നത്. നീ എങ്ങനെയായി വീട്ടിൽ വന്നു കയറിയെന്ന് ഒരു ബോധമെങ്കിലും നിനക്ക് വേണ്ടേ? അച്ഛനും അമ്മയും അത്രമാത്രം നന്മയുള്ളവരായതുകൊണ്ടാ നിനക്ക് സ്വന്തം മക്കളെക്കാളും സ്നേഹവും സ്വാതന്ത്ര്യവും ഈ വീടിനകത്ത് നൽകിയത്. എന്നിട്ട് എപ്പോഴെങ്കിലും ജലജെ നീ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് നീ പറയുന്നുണ്ട് നീയും നിന്റെ മക്കളും പുറമ്പോക്കാണെന്ന്. എന്നാ ഈ വീട്ടിലെ കാരണവന്മാരാരും നിന്നെ നിന്റെ മക്കളെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അനാഥയാണെന്നൊരു ബോധം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നീ എല്ലാത്തിനെയും അങ്ങനെ കൂട്ടി വായിക്കുക. ഏട്ടത്തിയുടെ മോനിപ്പോ ജയിലിലാണ്. അവൻ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനാവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഏട്ടത്തി അവന് വേണ്ടി അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങാൻ നോക്ക്. നേർച്ചയും വഴിപാടും ഒക്കെ നടത്ത്. എന്നെ വെറുതെ പഠിക്കാതെ. എന്റെ മകനെ അധിക കാലം ഒന്നും ജയിലിൽ കിടക്കില്ല. അവൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ തെറ്റ് ചെയ്തവരല്ലല്ലോ ഏട്ടത്തി ശിക്ഷിക്കപ്പെടുന്നത്. തെറ്റ് ചെയ്യാത്തവർ അധികം ഒന്നും ശിക്ഷിക്കപ്പെടില്ല. നീ നിന്റെ മകനും തെറ്റിൽ മുങ്ങി താഴ്ന്നവരാ. അയർലൻഡിൽ നിന്ന് ഒരുത്തി വരുന്നുണ്ട്. ഇനി അവൾ എങ്ങനെയായെന്ന് ദൈവത്തിനേ അറിയൂ. ഇവിടെ ഉണ്ടായിരുന്നപ്പോ മൂത്തവരെയൊക്കെ ബഹുമാനിച്ചിരുന്നവളാ. നിന്റെ മോളല്ലേ, അപ്പൊ പിന്നെ അതിന്റേതായ കുഴപ്പങ്ങൾ അവളിലും ഉണ്ടാവും. എടി മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അനിയെയും ആദർശിനെയും പോലെ മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്ത് നിന്റെ മകനും ഇരുന്നേനെ. അത് കളഞ്ഞു കുളിച്ചത് നിന്റെയൊക്കെ സ്വഭാവം തന്നെ. ഇനി ഏതായാലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്ന് വെച്ചാ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അനഖ എന്ന പെൺകുട്ടിയുടെ പ്രാക്കുണ്ടല്ലോ, അവന്റെ തലയ്ക്ക് മുകളിലുണ്ടാവും. അതിന്ന് ഈ ജന്മം അവന് മോചനം കിട്ടാൻ പോകുന്നില്ല. നിന്റെ മോൻ ജയിലിൽ കിടന്ന് നരകിക്കൂടി. നീ നിന്റെ മരുമോൾ ഉടനെ ഒന്നും അവനെ കാണാൻ പോകുന്നില്ല. എന്റെ നാക്ക് മൊത്തത്തിൽ കരുനാക്കല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കറുപ്പുണ്ട്. അത്രയും മതി എന്റെ വാക്ക് സത്യമാവാൻ. എന്താ എന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞുണ്ടെന്നുള്ള ബോധമില്ലേ? അയ്യോ സോറി, ഒരു നിമിഷേ ഞാനത് മറന്നുപോയി. കൊള്ളാം, കുഞ്ഞിന്റെ കാര്യങ്ങൾ മറക്കുന്നൊരച്ഛൻ. സോറി. അതെ, അപ്പച്ചൊക്കെ ഏതു നേരവും കണ്ണും കാതും കൂർപ്പിച്ച് നടക്കുന്നവരാ. എന്തായാലും 1-2 ദിവസം ഒളിച്ചിരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നമ്മുടെ സംസാരം ആരെയും കേൾപ്പിക്കണ്ട. ഇനിയിപ്പോ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നെ കാണുമ്പോ എന്തായാലും ഞാൻ ജയിലിലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് നല്ല നിരാശ ഉണ്ടാവും. അബിക്കും അപ്പച്ചയ്ക്ക് മാത്രമല്ല, അതിനേക്കാൾ നിരാശ ഉണ്ടാകാൻ പോകുന്നത് നിന്റെ ചേച്ചിക്ക്. സത്യങ്ങളൊന്നും അറിയാത്ത നിന്റെ ചേച്ചിക്ക്. അത് ശരിയാ, അഭിയോട് നമ്മൾ ചെയ്ത ക്രൂരതയ്ക്കാണ് ആദർശന് തിരിച്ചടി കിട്ടിയെന്നൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെ പറയുമ്പോഴേ അവളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. നിന്റെ വീട്ടിലുള്ളപ്പോഴും സ്വന്തം ഒരു രീതിയിലാ അവള് പോയിട്ടുള്ളത്. അതൊക്കെയാണെങ്കിലും അവളെ അഭിയോട് ആത്മാർത്ഥതയുള്ള പെൺകുട്ടിയെ. പരസ്യത്തിനും മറ്റും അവൾക്ക് ചേരാത്ത വേഷം ധരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവള് തെറ്റായ വഴി സഞ്ചരിക്കുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യുന്ന ആളല്ല. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പച്ചൊരു വാപോയ കോടാലിയാ. ഇനി ചേച്ചിയെ തകർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മോന്റെ തെറ്റുകളൊക്കെ വിളിച്ചു കൂവുമെന്തോ. അങ്ങനെ കൂവിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ പ്രശ്നം അറിയാം. നവ്യ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സീൻ ക്രിയേറ്റ് ചെയ്താല് ഉറപ്പായിട്ടും അത് ഈ വീട്ടിൽ നിന്ന് പുറത്താവും. അനഘയുടെ സംഭവം അറിഞ്ഞപ്പോ തന്നെ അത് വേണമെന്നാ പറഞ്ഞത്. പിന്നെ നിന്റെ ചേച്ചിയെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാ കടുത്ത തീരുമാനമൊന്നും എടുക്കാത്തത്. എന്നോട് അഭിക്ക് തീരാത്ത പകയുണ്ട്. എന്നോട് മാത്രമല്ല, ഈ കുടുംബത്തോടും അനിയോടും ഒക്കെയുണ്ട്. അതുകൊണ്ട് എന്നെ ജയിലിൽ കിടത്താൻ വേണ്ടിയിട്ട് അവൻ ശത്രുപക്ഷത്ത് ചേർന്നോന്ന് അറിയില്ല. ഗൾഫിലുള്ള ആരെങ്കിലുമായിട്ട് അവന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഓരോന്ന് ചിന്തിക്കാനും ഓരോരുത്തരായിട്ട് ബന്ധപ്പെടാനും ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ വീട്ടിനകത്ത് തന്നെ ഒരു വിഷയത്തുണ്ടായ അതിനെ എടുത്തു കളഞ്ഞേ പറ്റൂ. അവനിപ്പോ ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയായിപ്പോ. അതെ, എനിക്ക് പൂജമുറിയിൽ കയറേണ്ടതായിരുന്നു ആദർശേട്ടാ. അതെ, ഇങ്ങനെ വേണ്ട. എപ്പോഴും ദൈവത്തെ ശല്യം ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും പറയല്ലേ. ദൈവത്തെ ഏതു നേരം ശല്യം ചെയ്തോണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്. എന്നാലേ ഇന്നത്തെ ദിവസം ദൈവത്തിനൊരു വിശ്രമം കൊടുക്കാം.